ഈ നാച്ചുറൽ റെമഡീസ് കൊണ്ട് നമുക്ക് ഈ ഹോർമോണൽ ഇംബാലൻസിനെ എങ്ങനെ റെഡിയാക്കാൻ പറ്റും? ഈ നാച്ചുറൽ റെമഡീസ് എന്ന് പറയുന്നത് നമുക്ക് യോഗ, മെഡിറ്റേഷൻ പോലെയുള്ളവ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ തന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. അത് നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും. മറ്റൊന്ന് വെച്ചാൽ ആദ്യം പറയേണ്ടത് നല്ല ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, മാനസികമായ മൂഡ് സ്വിങ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവർ, അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ഇവരോട് നന്നായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, അവരുമായിട്ട് ഫോൺ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക. നമ്മുടെ ഹോബീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും. ഇനി വല്ലാതെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത്തരത്തിൽ ഡോക്ടറുടെ ഒരു ഹെൽപ്പോട് കൂടിയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഭക്ഷണത്തിൽ ചില കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈസ്ട്രജൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനകത്ത് ഏറ്റവും ഒന്നാണ് നമ്മുടെ ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഉലുവ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതും ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ ഉറക്കം കിട്ടുക എന്നുള്ളത്. കാരണം നമ്മൾ ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം ഷെഡ്യൂൾ ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളത്, കൃത്യമായിട്ട് വെള്ളം കുടിക്കുക, നമ്മുടെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് സമീകൃത ആഹാരം, പ്രത്യേകിച്ച് കാൽസ്യത്തിനും വൈറ്റമിൻ ഡിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും വരില്ല. അപ്പം അതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് അതിനനുസരിച്ച് സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുക. ഏറ്റവും നല്ലൊരു സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത്, മക്കളായാലും ഹസ്ബൻഡ്സ് ആയാലും നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്താൽ വളരെ വേഗം ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാറ്റാൻ പറ്റും. സ്ത്രീകളിൽ ഈ പീരീഡ് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ഒരു കാലഘട്ടമല്ല. പലപ്പോഴും ഇതിനെ പേടിയോടെ കാണുന്നവരാണ് നമുക്ക് ചുറ്റിലും. ഇത് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ഡയറ്റ്, എക്സസൈസ്, അതോടൊപ്പം ഫാമിലി സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടികളുടെ സൈഡിൽ നിന്നായാലും ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നായാലും ആ ഒരു ഫാമിലി സപ്പോർട്ട് സ്ത്രീകൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫേസ് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ കടന്നു പോകാൻ പറ്റും. പിന്നെ പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ സമയത്ത് ഹിസ്റ്ററക്ടമി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പം ഈ ബുദ്ധിമുട്ട് ബ്ലീഡിങ് ഇഷ്യൂസ് കൊണ്ടായിരിക്കാം യൂട്രസ് എടുത്തു കളഞ്ഞ ആൾക്കാരും ഇടയിലുണ്ടാവും. അപ്പോൾ യൂട്രസ് നേരത്തെ എടുത്തു കളഞ്ഞവർക്കും ഈ മെനപ്പോസ്, നാച്ചുറലി മെനപ്പോസ് ആയവരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ യൂട്രസ് നേരത്തെ എടുത്തു കളയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ചിലപ്പം ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ലൂബ്രിക്കേഷൻ്റെ അളവ് പിന്നെ ക്രമാതീതമായിട്ട് കൂടുന്നതായിട്ട് കാണാം. ലൂബ്രിക്കേഷൻ എന്ന് പറയുമ്പോൾ ബൈ ഡിസ്ചാർജ് പോലുള്ള കംപ്ലയിൻസ്. അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈസ്ട്രോജൻ കാര്യമായിട്ട് വരുന്നത് അണ്ടാശയങ്ങളിൽ നിന്നാണ്, ഗർഭാശയങ്ങളിലല്ല. അപ്പോൾ നിങ്ങളുടെ അണ്ടാശയങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലെങ്കിൽ അത് റിമൂവ് ചെയ്യില്ല. ഹിസ്റ്റക്ടമിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവലുണ്ട്. ഈ ഗർഭാശയവും അണ്ടാശയവും ഒരുമിച്ച് എടുക്കുന്നത്. അത്തരം കേസുകൾ നിങ്ങൾ 40 വയസ്സിന് മുന്നോ അല്ലെങ്കിൽ 30കളിലൊക്കെ നിങ്ങളുടെ അണ്ടാശയം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി വരാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലുള്ള മെനപ്പോസൽ സിംറ്റംസ് എല്ലാം ഡെവലപ്പ് ആവും. എന്നാൽ നിങ്ങൾക്ക് ഗർഭാശയം മാത്രമാണ് എടുത്ത് കളഞ്ഞിട്ടുള്ളത്, അണ്ടാശയം അവിടെ ഉണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് ഈസ്ട്രോജൻ സെക്രീഷൻ പഴയ പോലെ തന്നെ ഉണ്ടാവും. ബോഡി വളരെ നോർമലായിട്ട് തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കേസുകളിൽ പലരും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, അണ്ടാശയവും ഗർഭാശയം എടുത്ത് കളയേണ്ട ആവശ്യമുണ്ടോ? ചില ഫൈബ്രോയിഡ് റിസൾട്ടുകളൊക്കെ അയച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പെത്തോളജി യൂട്രസിലുള്ള ഒരു സ്കാൻ റിപ്പോർട്ട് അയച്ചിട്ട് ഇതിൽ എടുക്കണോ ഡോക്ടറെ എന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമുക്ക് മെഡിസിൻസ് കഴിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഫൈബ്രോയിഡിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, വളരെ സ്പീഡിൽ ഗ്രോ ചെയ്യുന്ന ഫൈബ്രോയിഡാണോ, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്ലോ ഗ്രോയിങ് ആണോ, മരുന്ന് കൊടുക്കുമ്പോൾ അതേപോലെ നിൽക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മളൊരു സ്ത്രീയിൽ അവിടെ ഗർഭാശയം എടുത്ത് മാറ്റേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാറ്. ഭൂരിഭാഗം കേസുകളിലും ചില ഫൈബ്രോയിഡ്സ് എല്ലാം മെനപ്പോസിന് ശേഷം ചുരുങ്ങുന്നത് കൊണ്ട് മാക്സിമം നമ്മൾ യൂട്രസും അണ്ടാശയവും ഒക്കെ അവിടെ നിലനിർത്താനാണ് നോക്കാറുള്ളത്. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുകയാണ് ആ ചിട്ട നിങ്ങൾക്ക് നേരത്തെ ഉണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം വരില്ല.